കഴിഞ്ഞ 14 മാസത്തോളമായി ലോകത്തെ മുഴുവൻ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടത്തിന് വെടിനിർത്തലായിരിക്കുകയാണ്. വലിയ നാശത്തിലേക്ക് പോകുമെന്ന് കരുതിയ യുദ്ധം അവസാനിച്ചതിന്റെ ആശ്വാസത്തിലാണ് ലോകം. കഴിഞ്ഞ 14 മാസത്തോളമായി ലോകത്തെ മുഴുവൻ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടത്തിന് വെടിനിർത്തലായിരിക്കുകയാണ്. വലിയ നാശത്തിലേക്ക് പോകുമെന്ന് കരുതിയ യുദ്ധം അവസാനിച്ചതിന്റെ ആശ്വാസത്തിലാണ് ലോകം. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനു പിന്നാലെ ലെബനനിൽ നിന്നും യുദ്ധഭീതിയിൽ പലായനം ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ലെബനീസ് വംശജർ തെക്കൻ ലെബനനിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. എന്നാൽ കരാർ പ്രകാരം ഇവിടെ നിലയുറപ്പിക്കേണ്ട ലെബനീസ് സൈന്യവും ഇങ്ങോട്ടെത്തുന്നുണ്ട്. ലെബനീസ് സൈന്യത്തിന്റെ വരവിന് നാട്ടുകാർ ആഹ്ലാദകരമായ സ്വീകരണമാണ് നൽകുന്നത്. അമേരിക്കയും ഫ്രാൻസും മുൻകൈയെടുത്ത് കൊണ്ടുവന്ന വെടിനിർത്തൽ കരാർ ബുധനാഴ്ച പുലർച്ചെ മുതലാണ് നിലവിൽ വന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണ് വെടിനിർത്തൽ കരാർ ബുധനാഴ്ച ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും. ഇസ്രായേലോ ഹിസ്ബുള്ളയോ കരാർ ലംഘിക്കുകയോ പുനഃസജ്ജമാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നിർണായകമായ തിരിച്ചടികളായിരിക്കും നൽകുക എന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. നിലവിൽ വെടിനിർത്തൽ കരാർ പ്രകാരം 60 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്നും പിൻവാങ്ങും. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള സൈന്യം 40 കിലോമീറ്റർ പിന്മാറുന്നതോടെ IDF ലെബനനിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങും. കൂടാതെ ലെബനൻ സൈന്യം ഇസ്രായേലുമായുള്ള അതിർത്തിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗത്ത് ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നില്ല എന്നുറപ്പാക്കാൻ 5000 സൈനികരെങ്കിലും വിന്യസിക്കുമെന്നും വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള ഭീഷണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സൈന്യത്തിന് വിശ്രമം നൽകാനും ഹമാസിനെ ഒറ്റപ്പെടുത്താനും ഈ കരാർ ഇസ്രായേലിനെ സഹായിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇസ്രായേലിനെതിരെ വിജയം നേടിയെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം. മാത്രമല്ല, വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ ഹിസ്ബുള്ള നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടില്ലെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭീഷണി രീതിയിലുള്ള അമേരിക്കൻ ഇസ്രായേൽ നിലപാടുകളോട് ഹിസ്ബുള്ള എങ്ങനെ പ്രതികരിക്കുമെന്നും നോക്കിക്കാണേണ്ടതാണ്. ഹിസ്ബുള്ളയുടെ പ്രതികരണം എന്തു തന്നെയാണെങ്കിലും അത് വെടിനിർത്തൽ കരാറിന്റെ ഭാവി നിർണ്ണയിക്കും വിധമായിരിക്കും. ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെട്ടാൽ നയതന്ത്രജ്ഞരും സൈനിക ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സമിതിയായിരിക്കും പരാതികൾ തീർപ്പാക്കുക. വെടിനിർത്തൽ കരാറിൽ പ്രതികരണവുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. ലെബനനെതിരായി ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു പ്രതികരണം. ലെബനീസ് സർക്കാരിനും അവരുടെ പ്രതിരോധത്തിനും ഉറച്ച പിന്തുണ നൽകുന്നുവെന്നും ഇറാൻ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കി.